നൽകിടുവാൻ പരമേകുക നിന്ദാസന്ന. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കും. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. അങ്ങയുടെ നീതിയാൽ അനുഗ്രഹീതരാവുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തിയും മഹത്വവും അങ്ങുന്നാകുന്നു. അങ്ങയുടെ ദിവസഹായത്താൽ ഞങ്ങളുടെ ശക്തി വർത്തമാനമാകും. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവാകും. അവിടുന്ന് ഒരു ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ ഒരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കരം അവനെ സഹായിച്ച് ശക്തിപ്പെടുത്തി. ശത്രുക്കൾ അവനെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ മർദ്ദിക്കുകയോ ചെയ്തില്ല. നൃപനെ വാഴിക്കുന്നവനാ, നൃപനെ നിന്നിരുരഹസ്യത്തിൻ പരിഗണനത്തിനു പാവിയതാ ദാസന്നേകണേ അധികാരം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എങ്കിൽ ആറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ലാകുമാറാതെ കൊല്ലാ ആവോലാകു ഈശോ മിശിഹാ സബഹീനൻ ആദത്തു നഗമാനാദ പാഗുരാൻ വാത്തു എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടുവിൻ, വാട്ടിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ,
സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആസ്വദിക്കണമേ. യൂദാ രാജാവായ ആമോൻ്റെ മകൻ ജോസിയയുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയയുടെ മകൻ യഹോയാക്കീമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാടുകടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കുവാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അതിരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാസ്വദിക്കണം. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയെന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സുഹാലാവ പുലൗറാവൽ തുഹാദുദിസ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിന്നാരം പാദമാ ലാല
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. ഞാൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ദൈവദാസൻ മഖീൽ പിതാവിൻ്റെ മാതൃദേവാലയത്തിൽ ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് സിജോ മരങ്ങാട്ടിൽ ഉയർത്തപ്പെടുകയാണ്. തെക്കുംഭാഗ സമുദായത്തിനു വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ആ വികാരിയാത്തിൻ്റെ രൂപീകരണത്തിൽ തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് വികാരി അപ്പസ്തോലിയായി നിയമിക്കപ്പെടുകയും ചെയ്ത ദൈവദാസൻ മാക്കി പിതാവിനെ നാം ഈ അവസരത്തിൽ ഓർക്കുന്നു. ആ ധന്യാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് സിജോ മരങ്ങാട്ടിൽ ഈ കർമ്മങ്ങളിലൂടെ വൈദികനായി ഉയർത്തപ്പെടുമ്പോൾ നാം എല്ലാവരും ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ വായനകളിൽ ജെറമിയായുടെ പുസ്തകത്തിലും ഹെബ്രായ ലേഖനത്തിലും വായിച്ചു കേട്ട വേദപുസ്തക ഭാഗങ്ങൾ ഒരു വ്യക്തി എപ്രകാരമാണ് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. വ്യക്തിപരമായ മികവ് കൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ അല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗുണഗണങ്ങൾ കണ്ടിട്ടല്ല ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ജെറമിയ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറവുകൾ യഹോവയായ ദൈവത്തിൻ്റെ മുന്നിൽ തുറന്നു പറയുകയാണ്. ഞാൻ അയോഗ്യനാണ്, എനിക്ക് ഈ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ജെറമിയ തുറന്നു പറയുമ്പോൾ ദൈവം പറയുന്നത്, ഞാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, ഞാൻ നിൻ്റെ അധുരങ്ങളിൽ എനിക്ക് പറയാനുള്ള ചൈതന്യം ഞാൻ നിറയ്ക്കും എന്ന് ദൈവം പറഞ്ഞ് ദൈവം ജെറമിയായെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെല്ലാം ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കൃപകൾ ആവശ്യമുണ്ടോ അതെല്ലാം ജെറമിയായ്ക്ക് നൽകിക്കൊണ്ടാണ് ജെറമിയായെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അതിനനുസരിച്ചാണ് ജെറമിയ പ്രവർത്തിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ
അഹ്റോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലാതെ ആരും ഈ പദവിയിലേക്ക് വിളിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. പുരോഹിത പട്ടാക്രമത്തിൽ ആദ്യത്തെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് മുൻപ് കാർമികൻ മെത്രാൻ പറയുന്ന തനിക്ക് വേണ്ടി തന്നെ നടത്തുന്ന പ്രാർത്ഥന, ഞാൻ അയോഗ്യനാണ്, ഈ ഒരു കർമ്മം നടത്തുന്നതിനുള്ള തൻ്റെ അയോഗ്യത ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് കാർമികൻ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഈ പുരോഹിത പട്ടം നൽകുന്നത് ദൈവത്തിൻ്റെ മുന്നിൽ ഒരു ഉപകരണമായി കാർമികൻ നിന്നുകൊണ്ട് ആ മെത്രാനിലൂടെ, മെത്രാൻ എന്ന ആ ഉപകരണത്തിലൂടെ ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഇന്ന് സിജോ മരങ്ങാട്ടിന് പുരോഹിത പട്ടം നൽകുന്നു എന്ന് പറയുമ്പോൾ എന്നെ ദൈവം ഒരു ഉപകരണമാക്കിയിട്ട് ദൈവം സിജോയുടെ മേൽ പൗരോഹിത ശുശ്രൂഷയുടെ കൃപ നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാനയിൽ കാർമികൻ നിരന്തരമായി നിശബ്ദമായി ശബ്ദം താഴ്ത്തി പ്രാർത്ഥിക്കുന്ന അനേകം പ്രാർത്ഥനകളുണ്ട് വിശുദ്ധ കുർബാനയിൽ. ആ പ്രാർത്ഥനകളിലെല്ലാം സ്വന്തം അയോഗ്യതകളെ പരിഗണിക്കരുതേ എന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഓരോ പ്രാർത്ഥനയും ശബ്ദമുയർത്തി കാർമികൻ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥവും ഈ വിശുദ്ധ കുർബാനയിലെ കാർമികൻ എന്ന് പറയുന്ന വിശുദ്ധ കുർബാന, ഈ ദൈവീക രഹസ്യം, ഇവിടെ ദൈവത്തിൻ്റെ രഹസ്യം പരികർമ്മം ചെയ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ രഹസ്യം പരികർമ്മം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മങ്ങളിലെല്ലാം ഈ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവമാണ് സിജോയെ തിരഞ്ഞെടുത്തത്, പുരോഹിതനായി തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ കർമ്മമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇനി ഒരു പുരോഹിതൻ എന്ന നിലയിൽ സിജോ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ആ ഒരു ഉത്തരവാദിത്വത്തിലേക്കാണ് ദൈവം സിജോയെ വിളിക്കുന്നത്. ഒരു പുരോഹിതനായി അഭിഷിക്തനാകുമ്പോൾ ഇനി മുതൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതെന്താണോ, എവിടേക്ക് ഐക്യപ്പെടുന്നു, ഏത് മേഖലകളിൽ, ഏത് സ്ഥലത്ത് എന്തു ചെയ്യുന്നു, അതെല്ലാം ദൈവത്തിൻ്റെ കർമ്മമായിരിക്കണം. ദൈവത്തിൻ്റെ കർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം സിജോ ഇനി എന്തു കാര്യങ്ങൾ സംസാരിക്കാനും എന്തു കാര്യങ്ങൾ പ്രവർത്തിക്കാനും. അപ്പോഴും ഓർക്കുക, നമ്മൾ ചെയ്യാൻ നമ്മുടേതായിട്ടുള്ള ഒരു നേട്ടവും ഉയർത്തി കാണിക്കാനില്ല. മറിച്ച് ഞാൻ അയോഗ്യനാണ്, ഞാൻ ബലഹീനതനാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള എളിമയുടെ ഭാവമാണ് നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിൽ ഉടനീളം നമ്മൾ കാണിക്കേണ്ടത്, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നൽകേണ്ടത്. ആ ഒരു ദൈവത്തിൻ്റെ ഉപകരണമായി ഞാൻ നിന്നു കൊടുക്കുന്നു, ഞാൻ ഉപകരണമായിട്ട് നിൽക്കുന്നു എന്ന മനോഭാവം എന്നും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ റോമൻ കൂരിയായിലെ ആളുകളോട് പറഞ്ഞ കാര്യം, ഏതാണ്ട് 12 കാര്യങ്ങളാണ് റോമൻ കൂരിയായിലെ ആളുകളോടായിട്ട് പരിശുദ്ധ പിതാവ് ക്രിസ്തുമസിനോട് ഒരുക്കമായി പറഞ്ഞത്. എല്ലാ വർഷങ്ങളിലും പിതാക്കന്മാർ അത് നടത്താറുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ റോമൻ കൂരിയായിലെ രോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ 12 കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞത് മിഷണറി ആൻഡ് പാസ്റ്ററൽ സ്പിരിറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മിഷണറി ചൈതന്യവും അജപാലന തീഷ്ണതയും ഉണ്ടായിരിക്കുക. വൈദികരോട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതാണ് പരിശുദ്ധ പിതാവ്. മിഷൻ ചൈതന്യം ഉണ്ടായിരിക്കുക, അജപാലന തീഷ്ണത ഉണ്ടായിരിക്കുക. സഭയെന്ന് പറയുന്നത് മിഷൻ ചൈതന്യത്തോടുകൂടി, ആഭിമുഖ്യത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെയും ഈ ശുശ്രൂഷകളിലുള്ള എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത് ഈ അജപാലന തീഷ്ണതയാണ്. കോട്ടയം അതിരൂപതയിൽ സ്ഥാപിതമായിരിക്കുന്ന MSP സമൂഹമാണ്, സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിലെ അംഗമാണ് സിജോ മരങ്ങാട്ടിൽ. അപ്പോൾ കോട്ടയം അതിരൂപതയിൽ
മിഷൻ ആഭിമുഖ്യം വളർത്തുന്നതിന് വേണ്ടി